സാധാരണ മാസങ്ങളെ പോലെ ഇനിയുള്ള മാസങ്ങളെ കാണരുത്. ഇത് പ്രത്യേകതയുള്ള മാസമാണ്. പാപം ചെയ്യുമ്പോ വളരെ സൂക്ഷ്മത പുലർത്തണ്. പാപം ചെയ്യുമ്പോ വളരെ സൂക്ഷ്മത പുലർത്തണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം പറയുന്ന മൂന്നാമത്തെ നന്മ എന്തെന്നറിയോ? അവിടുന്ന് പടച്ചവനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നടോ. പടച്ചവനെ പേടിച്ചാ ജീവിച്ചത്. അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹു നമുക്കും അല്ലാഹുവിനെ ഭയക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ നമ്മൾ എത്രത്തോളം നമ്മൾ അല്ലാഹുവിനെ ഭയക്കുന്നുണ്ടോ പടച്ചവൻ നമ്മുടെ അവസാനം മനോഹരമാക്കി തരും. പക്ഷെ നല്ല മരണമെന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. സത്യത്തിൽ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നമുക്കറിയില്ല. എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ പറയാറുണ്ട്, വെള്ളിയാഴ്ച മരിച്ചു, സ്ഥലം അങ്ങനെ മരിച്ചു, ഇങ്ങനെ മരിച്ചു. എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരും പറയണം നമ്മളെ കുറിച്ച്. അൽഹംദുലില്ലാഹ്, മയ്യത്ത് കാണാൻ വരുന്ന ഓരോരുത്തരും പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്തൊരു പ്രകാശമാണ്, എന്തൊരു ചിരിയാ അല്ലാഹ്. എന്തിന്? കൂടെ കടന്നവള് മരിക്കുന്ന കാലം പറയണം. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലരുണ്ട്, ഉസ്താദെ എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, ഉസ്താദെ സംസം വെള്ളം കുടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. എന്താ നല്ല മരണമെന്നറിയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല സാധാരണ ആളല്ലടോ. ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് കരയുമായിരുന്നു ഉമർ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന കരയും, ഖുർആൻ ഓതി കരയും. പടച്ചവനെ രാത്രി കയറിയിട്ട് പടച്ചവനെ സ്വന്തമായിട്ട് ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവിടെ നിന്നിങ്ങനെ ചിന്തിക്കും. പടച്ചവനെ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലയുടെ ചരിത്രം അതാ. വല്ലാത്ത പേടിയാ പടച്ചവനെ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ കരയുമായിരുന്നു, അത്രത്തോളം ഭയം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലായി. അങ്ങനെ മഹാന്മാർക്ക് അങ്ങനെ അല്ലാഹുമായിട്ടൊരു അടുപ്പമുണ്ടാകുമ്പോൾ, മരണം അടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എടോ, ആർക്കും മരണം അടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 40 ദിവസം മുമ്പൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായി. അവിടെ നിന്ന് പോയി കുളിച്ചു ഒരുങ്ങി, നഖമൊക്കെ വെട്ടി ശുദ്ധിയായി, നജസുകളൊക്കെ ഒഴിവാക്കി മനോഹരമായി പുതിയ പളയെ പോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കുരിച്ചൊരുങ്ങി. എന്നിട്ട് പടച്ചവനെ നല്ല വസ്ത്രവും ധരിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ റൂമിന്റെ അകത്തേക്ക് മരിക്കാൻ വേണ്ടി തയ്യാറായി കയറി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ വീടിന്റെ അകത്തേക്ക് കയറി. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ഇവിടെ നിൽക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വിളിച്ചു, ഫാത്തിമ അടുത്തു വാ. ഫാത്തിമ തന്റെ ഭാര്യ അടുത്തേക്ക് വിളിച്ചു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുകയാണ് ഫാത്തിമ, ഞാൻ മരിക്കാൻ പോവുകയാണ് ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ. മരിക്കുന്നതിന്റെ അവസാന സമയം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു യാത്ര പറയുകയാണ്. ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ്. തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട വസിയ്യത്ത് കൊടുക്കുകയാണ്. എന്ന് പടച്ചവനെ ഫാത്തിമ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ നിന്ന് വല്ലാതെ കരയുകയാണ്. ഒരുപാട് സമയം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാണ്. ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ നീ റൂമിൽ
റൂമിന്റെ പുറത്തിറങ്ങ്, എങ്കിൽ നീ റൂമിന്റെ പുറത്തിറങ്ങ്. വാതിലടയ്ക്കു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞപ്പോ ഫാത്തിമ ചോദിക്കുന്നു, എന്നെ നിങ്ങൾക്ക് എന്തേ ഇഷ്ടമല്ലേ? എന്തിനാ എന്നെ പുറത്തു പോകാൻ പറയുന്നത്? റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ പറയുന്നല്ലോ, എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പറയുന്നത്? അതിഥികൾ വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്റെ അടുക്കലേക്ക് വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. നീ ഇവിടെ നിൽക്കല്ല്, വെളിയിലിറങ്ങ്, വെളിയിലിറങ്ങ്. വാതിലടയ്ക്കു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ ഭാര്യയോട് പറയുകയാണ്. ഫാത്തിമ മനസ്സില്ല മനസ്സോടെ വെളിയിലിറങ്ങി, വാതിലടച്ചു. ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഭാര്യ പുറത്തു നിന്ന് കരയുകയാണ്. ഫാത്തിമ ചിന്തിക്കുന്നു, അല്ലാ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിനെ കാണാൻ അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ. അല്ലാ, ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ഫാത്തിമയ്ക്ക് ആകാംക്ഷയായി, ഫാത്തിമയ്ക്ക് ആകാംക്ഷയായി. ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതെന്നറിയാ. അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുകയാ. ഭർത്താവ് പറഞ്ഞു, ആരോ കാണാൻ വരുന്നെന്ന്. ആരാണ് തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതെന്നറിയാൻ അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ, അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. തന്റെ ഭർത്താവും മലക്കുകളോട് സലാം പറയുന്നു. അല്ലാഹുവേ, ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം അസ്റായിൽ വന്നിരിക്കുന്നു, അസ്റായിൽ റൂഹ് പിടിക്കാൻ വന്നിരിക്കുന്നു. തന്റെ ഭർത്താവ് സലാം പറഞ്ഞു സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമ വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ്. എങ്ങനെയാണ് തന്റെ ഭർത്താവ് മരിക്കുന്നത്? എങ്ങനെയാണ് തന്റെ ഭർത്താവ് മരിക്കുന്നത്? ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ ഖുർആൻ ഓതുന്നു ചെറുപ്പക്കാരാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കണ്ണിന്റെ മുമ്പിൽ ഇറങ്ങി വന്നപ്പോ ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ. വാപ്പമാരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരപ്പായിലിരുന്നല്ല, മഗ്രിബ് കഴിഞ്ഞല്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. ഏതായത്താ ഓതിയതെന്നറിയോ? സാധാരണ ആയത്തല്ല, സാധാരണ ആയത്തല്ല. തന്റെ ഭാര്യ വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ആ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞത് എന്തെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തവിടുന്ന പാരായണം ചെയ്യുകയാണ്. വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യ,
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മരണം കാണുന്ന ഭാര്യ, ആ കരയുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞതെന്തെന്നറിയോ? ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. ഉസ്താദേ, നല്ല മരണം കിട്ടാ ദുആ ചെയ്യട് എന്ന് പറയുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ഓസിന് കിട്ടൂല നല്ല മരണം. അത് വെറുതെ കിട്ടുന്നതല്ല. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. അതാർക്കാ അല്ലാഹ് കൊടുക്കുന്നതെന്നറിയോ? അതാർക്കാ അല്ലാഹ് കൊടുക്കുന്നതെന്നറിയുവോ? വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന ഖുർആൻ പറഞ്ഞ ആയത്തോതുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ, മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ, അശ്ഹദു അല്ലാ, അതാ തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അനങ്ങുന്നില്ല ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അനക്കമില്ല. ഭാര്യ വാതിൽ തുറന്ന് ഓടുകയാ, വാതിൽ തുറന്ന് ഓടുകയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ? റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. റബ്ബേ, ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങും മാറ്റുമ്പോ ഫാത്തിമ പോലും ചോദിക്കുന്നു, എന്തൊരു വെളിച്ചമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പുഞ്ചിരിയാ അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മുഖം കണ്ടപ്പോ ഫാത്തിമ പോലും അവിടെന്ന് പറഞ്ഞ വാക്കാടോ നാട് മുഴുവനും അറിയുകയാണ്, നാട്ടുകാര് മുഴുവനും കടന്നു വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കണ്ടവര് മുഴുവനും പറയുന്നു, എന്തൊരു മരണമാണ് റബ്ബേ, ഉറങ്ങുകയാണ് റബ്ബേ. അവിടുന്ന് ജനാസ കുളിപ്പിക്കുകയാണ്, അവിടുന്ന് കഫം പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചു. എല്ലാവരും കൂടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ ഖബറടക്കി. എല്ലാവരും പടച്ചവര്, സാധാരണ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് ഖബറടക്കാൻ വന്നവര് പോകുന്നില്ല, അവര് കബറടക്കി കഴിഞ്ഞിട്ട് പോകുന്നില്ല. എല്ലാവരും കൂടി നിൽക്കുകയാണ്. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ അല്ലാഹ്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂതി, ഷഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശമാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും നിസ്കരിച്ചവരും മയ്യത്ത് ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുകയാണ്, വല്ലാത്ത സുഗന്ധമാണെന്ന്. എങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് റബ്ബേ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു മരണം കിട്ടാറ്? എന്ത് നന്മ ചെയ്തിട്ടാണ് പടച്ചവര്? എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാരോ പറഞ്ഞു, വീട്ടിൽ ചെന്ന് ചോദിക്കാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൂടെ കടന്നവളോട് ചോദിക്കാ. അങ്ങനെ എല്ലാവരും കൂടെ മരിച്ച വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അല്ലാഹുവേ, അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ, ഇരിക്കുകയാണെന്നറിയാ. ഫാത്തിമ സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ, ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് വന്നതാണ്. ഒരേ ഒരു കാര്യമറിയാൻ, ഒരേ ഒരു കാര്യമറിയാൻ, നിങ്ങൾക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എങ്ങനെയാ ഫാത്തിമ ഇത്രയും നല്ല ഒരു മരണം കിട്ടിയത്? എങ്ങനെയാ ഫാത്തിമ? ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? ഞങ്ങൾക്ക്
ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ഒരു നാട് മുഴുവനും ഒരു മനുഷ്യന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുമ്പോ ഇരിക്കുന്ന ഫാത്തിമ മറഞ്ഞു നിന്നുകൊണ്ട് പറയുകയാ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് പറഞ്ഞതെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ നിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പഠിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. അല്ലാഹുവേ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് നിസ്കാരം മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. അവിടെന്ന് പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തില് അല്ലാഹനെ ഇതുപോലെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള് വല്ലാഹി സത്യം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് അല്ലാഹനെ പേടിയാ, അത്രത്തോളം അല്ലാഹനെ പേടിയാ. എത്രത്തോളം എന്ന് വെച്ചാ, ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് തമാശ പറയുകയാ. അവര് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ വായിൽ നിന്ന് അല്ലാ എന്ന് പറയുകയാ. ഫാത്തിമയുടെ വായിൽ നിന്ന് അല്ലാ എന്ന് പറഞ്ഞു. അല്ലാഹുടെ പേര് പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൈകാല് വിറച്ചു. ചെറുപ്പക്കാരാ, കരയാൻ തുടങ്ങി മോനെ, കരയാൻ തുടങ്ങി മോനെ. വെളുപ്പാങ്കാലം വരെ, സുബഹി വരെ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇരുന്ന് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നല്ല മരണം വെറുതെ കിട്ടില്ല, നല്ല മരണം വെറുതെ കിട്ടില്ല. അത് പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. റജബുന് ശുഹ്റുല്ലാഹ് വശഅബാനു ശഹ്രീ. അല്ലാഹുവിന്റെ മാസം വിട പറയുകയാ, റജബ് മാസം വിട പറയുന്നടോ. ശഅബാൻ വരികയാണ്. അല്ലാഹുവിന്റെ മാസമായ റജബ് എന്ന് പറയുന്ന മാസം നമ്മളോട് വിട പറഞ്ഞിട്ട് മുത്തുനബിയുടെ മാസമായ ശഅബാൻ കടന്നു വരികയാണ്. നബി തങ്ങൾ പറഞ്ഞടോ, ശഅബാൻ മാസത്തെ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാ, ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ് ശഅബാൻ. മറക്കല്ലേ മുസ്ലിമേ, നിബിധങ്ങളുടെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ് ശഅബാൻ. അധികമായിട്ട് സ്വലാത്ത് പറയട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വ സല്ലിമൂ തസ്ലീമാ. മുത്തുനബിയുടെ മേലെ സ്വലാത്ത് പറയട്. ഒരുപാട് നന്മകൾ ചെയ്യട്. അല്ലാഹുവിലേക്ക് അടുക്കട്. മനസ്സും ശരീരവും ശുദ്ധമാക്കട്. റമളാൻ എന്ന് പറയുന്ന പുണ്യമായ മാസത്തെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കി തയ്യാറെടുക്കേണ്ട സമയമാണോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാധാരണ മാസങ്ങളെ പോലെ ഇനിയുള്ള മാസങ്ങളെ കാണരുത്. ഇത് പ്രത്യേകതയുള്ള മാസമാണ്. പാപം ചെയ്യുമ്പോ വളരെ സൂക്ഷ്മത പുലർത്തണ്, പാപം ചെയ്യുമ്പോ വളരെ സൂക്ഷ്മത പുലർത്തണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം പറയുന്ന മൂന്നാമത്തെ നന്മ എന്തെന്നറിയോ? അവിടെന്ന്
പടച്ചവനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നടോ. പടച്ചവനെ പേടിച്ചാ ജീവിച്ചത്. അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് ലജ്ജയില്ലാതെ പോകുന്നു. ഈ കാലഘട്ടത്തിന് ലജ്ജയില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊക്കെ തലയിലൊന്ന് തുണി കിട്ടില്ലെങ്കിൽ പടച്ചവന് ഒരു മുടി കാണുമ്പോ എന്തൊരു ഈമാനായിരുന്നു. ഓ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഈമാൻ. ഒരു ഫോട്ടോ എടുക്കാൻ പേടി, ഒരാളുടെ മുമ്പിൽ പോകാൻ പേടി, സംസാരിക്കാൻ പേടി, അങ്ങനൊരു കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് ബെഡ്റൂമിന്റെ അകത്ത് പോലും ധരിക്കാൻ മടിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നത്തെ യുവതലമുറ നടക്കുകയാണ്. സങ്കടം തോന്നാറുണ്ടോ? സങ്കടം തോന്നാറുണ്ടോ? പടച്ചവനെ, ഇതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടം വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നാണമെന്ന് പറയുന്നത് ഇന്ന് ഉമ്മത്തിനില്ലാതെ പോകുന്നു. പണ്ട് പടച്ചവനെ ഒരു പേടിയായിരുന്നു. പണ്ടൊക്കെ ഒരു പേടിയാ. ഉസ്താദന്മാരെ കാണുമ്പോ പണ്ട് പെണ്ണുങ്ങൾ തലമറയ്ക്കുന്നത് രണ്ട് സമയത്താ. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും, രണ്ട് ഉസ്താദിനെ കാണുമ്പോഴും. പണ്ട് ഉസ്താദന്മാരെ കാണുന്ന സമയം പെണ്ണുങ്ങളുടെ ഒരു ഈമാൻ കാണാൻ തലമറയ്ക്കും. ഇപ്പൊ ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു നാണമില്ലാതെ പോകുന്നു. ഇങ്ങനെ നടക്കാൻ ലജ്ജയില്ല. ഇന്ന് തൊടുന്നത് ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ യുവതലമുറ പരിഹസിക്കും, കളിയാക്കും അവർ. എന്താ സിറാജ് നിങ്ങളൊക്കെ പറയണേ? നിങ്ങളൊക്കെ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ വല്ല വനത്തിലും പോയി ജീവിക്കണ്ടേ? വല്ല കാടിനകത്ത് പോയി ജീവിക്കണ്ടേ? നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമ് പറയാതെ എങ്ങനെ ജീവിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്നും പാപമല്ലാത്ത കാലമാ. ഇന്നത്തെ കുട്ടികൾ പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറ ആസ്വദിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പടച്ചവനെ വീഡിയോ എടുത്ത് നോക്കടോ. ഫർദയിട്ട എന്റെയോ പെൺകുട്ടികൾ, അവർക്കിന്ന് തലമറയ്ക്കുന്നത് ഇഷ്ടമല്ല സഹോദര, തലമറയ്ക്കുന്നത് ഇഷ്ടമല്ലടോ. എന്റെ പെങ്ങളോട് പറയുന്ന മോളെ, തലമറച്ചില്ലെങ്കിലും ഔറത്തെങ്കിലും ഒന്ന് മറയ്ക്കുമോളെ. നീ അതാ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത നിന്റെ ഔറത്തെങ്കിലും പടച്ചവനെ മുഴുവനും ഔറത്താണ്. നീ തലമറച്ചില്ലെങ്കിലും പെങ്ങളെ, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കാനുള്ള മനസ്സ് കാണിക്ക്. ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ തോന്നിമാസിയെ പോലെ ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം അല്ലാഹു തന്നതാണ്, ഈ ജീവിതം അല്ലാഹു തന്നതാണ്. ആസ്വദിക്കാനുള്ള ജീവിതമല്ല, അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ല. അല്ലാഹു തന്ന ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതാണ്. നീ അടിമയാണ്, അല്ലാഹു യജമാനനാണ്. യജമാനനായ പടച്ച റബ്ബ് പറയുന്നത് പോലെ വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ ജീവിച്ചാലേ ഈമാനുള്ള മരണം കിട്ടൂ. അല്ലാതെ തോന്നിവാസികളെ പോലെ മതിമറന്ന് ആസ്വദിച്ച് നടക്കുന്ന യുവത്വമേ, ഉസ്താദേ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകൂല, ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആസ്വദിച്ചോ ചെറുപ്പക്കാരാ, അടിച്ചു പൊളിച്ചോ പെങ്ങളെ. എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിച്ചോ, തുണി ഉരിഞ്ഞിട്ട് നടന്നോ. ചോദിക്കാനും പറയാനും ആരുമില്ല. പറയുന്നവനെ ട്രോളുന്ന കാലമാണ്, പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. എങ്കിൽ എന്റെ മുസ്ലിം പെങ്ങളെ, മോളെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലുംബ്രിഇൻ മോ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ
ഇതുപോലെ മരണം നിന്റെ പുറകിൽ നടക്കുകയാണ്. ഏതു നിമിഷം എങ്ങനെയാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ല. മലക്ക് അസ്റായീൽ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ആഘോഷവും അടിച്ചുപൊളിയും മോഹങ്ങളും സ്വപ്നങ്ങളുമല്ല, ഇടിത്തീ വീടുന്നത് പോലെ മരണം തേടി വരികയാണ്. എപ്പോഴാണ് വരുന്നതെന്നറിയില്ലടോ. പ്രായം വേണ്ട, രോഗം വേണ്ട, മുടി നരയ്ക്കണ്ട. ക്യാൻസറും ട്യൂമറും വന്നവര് മാത്രമല്ല മരിക്കുന്നത്. പഠിച്ചവരെ ഇന്നും ഞാൻ റബ്ബേ, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ പരിസരത്തല്ലേ 40 വയസ്സുള്ള ഒരു സഖാഫി ഉസ്താദ് ദുഹർ നിസ്കരിച്ചതാ സഹോദരാ. ഇന്ന് പടച്ചവനെ ഒരു മരണ വാർത്ത എറിഞ്ഞു. അല്ലാഹുവേ, ദുഹർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവിന്റെ വിളിക്ക് മുമ്പിൽ തലതാഴ്ത്തി യാത്രയായിരിക്കുകയാണ്. റബ്ബേ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചിന്തയുമില്ലടോ. ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ല. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് പാപമല്ല. ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നത് പാപമല്ല. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്, ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്. ഇല്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാണ്. ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകട്ടെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്? അല്ലാഹുവേ, എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിസ്കരിക്കുന്നവനൊരു സ്വർഗം, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗം, സദഖ കൊടുക്കുന്നവനൊരു സ്വർഗം, ഹജ്ജ് ചെയ്യുന്നവന് ഒരു സ്വർഗം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളുണ്ടല്ലോ, അവനൊരു സ്വർഗമുണ്ട്. എല്ലാവർക്കും അല്ലാഹു പറഞ്ഞത് ഒരു സ്വർഗമുണ്ടെന്നാ. എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരാൾക്ക് 2 സ്വർഗമുണ്ട്, ഒരാൾക്ക് 2 സ്വർഗമുണ്ട്. ഹജ്ജ് ചെയ്തവന് 2 സ്വർഗമില്ല, നോമ്പ് പിടിച്ചവന് 2 സ്വർഗമില്ല, ഖുർആൻ പഠിച്ചവന് 2 സ്വർഗമില്ല, പള്ളി കെട്ടി കൊടുത്തവന് 2 സ്വർഗമില്ല. പിന്നെ ആർക്കാണ് അല്ലാഹു 2 സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? തെറ്റു ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ അണിഞ്ഞൊരുങ്ങിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരി അണിഞ്ഞൊരുങ്ങിയിട്ട് മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് വാതിലടച്ചിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടത്തിയിട്ട് സുലൈഖ പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമാ, നിന്നോട് വല്ലാത്ത സ്നേഹമാ. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു താടാ. ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ. ഇത് കൊട്ടാരത്തിന്റെ ഏറ്റവും സേഫായ റൂമാ. ഇതിനകത്ത് കിടന്ന് എന്തു ചെയ്താലും ആരും അറിയില്ലെന്ന് പറഞ്ഞ് സുന്ദരിയായ സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താ? സുലൈഖ ഖാല മആദല്ലാഹ്, എനിക്ക് പേടിയാ സുലൈഖ, എനിക്ക് പേടിയാ സുലൈഖ. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. ഇന്നി അഖാഫുല്ലാഹ്,
തെറ്റു ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ അതിൽ നിന്ന് പിന്മാറിയപ്പോൾ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ യുവതലമുറയോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അവളോട് പറയണം, ഇത് പാപമാണ്, ഇത് വ്യഭിചാരമാണ്, ഇത് ഹറാമാണ്, അല്ലാഹുവേ ഇത് വൻപാപമാണ്. നീ എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? 2 സ്വർഗമാ ചെറുപ്പക്കാരാ, 2 സ്വർഗമാ അല്ലാഹു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഉമർ തങ്ങൾ അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നറിയോ? അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വീടിന്റെ അകത്തല്ല, കടത്തിണ്ണയിലല്ല, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ 1ാമത്തെ സഫില് എല്ലാ വക്കത്തിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സ്ഥിരമായി പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനായത് കാരണം വഴുന്ന വഴിയിൽ ഒരു പെണ്ണിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഒരു പെണ്ണിന് വല്ലാത്ത പ്രണയമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് സഹകരിക്കുന്നില്ല. അവസാനം ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് പോകുമ്പോ, ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഈ സുന്ദരിയായ പെണ്ണ് ഓടിച്ചെന്നിട്ട് അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നിന്നോട് വല്ലാത്ത പ്രണയമാണ്, വല്ലാത്ത സ്നേഹമാണ്, ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു ചാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണപടന്ന് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കന്തടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവേ, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ, ഇത് പാപമാണല്ലോ അല്ലാ. പടച്ചവനെ, മോശമായ മരണമാകുമല്ലോ അല്ലാ. അവിടുന്ന് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തെറ്റുകൾ ഇന്ന് ചെയ്യാൻ അവസരം കൂടുതലാണ്. കള്ള് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ചെറുപ്പക്കാരാ. കഞ്ചാവ് വേണോ, MDM വേണോ, എടാ നിനക്കൊരു പെണ്ണിനെ വേണോ, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാണ്. ഈ കാലത്തിലാണ് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴാണ് എവിടെ വെച്ച് എന്തും സംഭവിക്കും സഹോദരാ, ആ ഓർമ്മയോടുകൂടി വേണം നമ്മൾ നടക്കാൻ. എന്റെ യുവതലമുറയോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് വിദ്യാർത്ഥികൾ അടിച്ചു പൊളിക്കേണ്ട പ്രായമല്ലേ, കറങ്ങി നടക്കേണ്ട പ്രായമല്ലേ. ഈ മക്കൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാഹുവേ, ഈ മക്കളെ സഹായിക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുതാണോ വലുതാണോ എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കണോ. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലേ? സ്റ്റേജിൽ ഇരിക്കുന്ന ആരെയും കൊണ്ടുപോകുന്നില്ലേ? ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഉള്ളതെന്താണോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. ഈ മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണല്ലോ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളെ കാത്തു നിൽക്കുകയാണ്. ഈ മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുത്താ ആ തലയുടെ മുകളിൽ ഇരിക്കുന്ന മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഉള്ളതിൽ പങ്കു കൊടുത്തു പടച്ചവന്, നീ കൊടുത്തതിൽ നിന്നൊരൽപ്പം കൊടുത്തു പടച്ചവര്, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മലക്കുകളാ ദുആ ചെയ്യുന്നത്, സയ്യിദന്മാരല്ല, അതാ ഔലിയാക്കന്മാരല്ല, ആലിമീങ്ങളല്ല, പ്രവാചകന്മാരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മലക്കുകൾ തലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. കയ്യിൽ പൈസ വെച്ചിട്ട് ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ, കണ്ടില്ലെന്ന് നടിക്കല്ലേ വാപ്പാ. മലക്ക് പടച്ചവനോട് പറയുന്നു, അല്ലാഹ് ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എതിരായി പോകുമടോ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, പലരും പറയാറുണ്ട്, ഉസ്താദേ ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. പലരും പറയാറുണ്ട്, എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. രോഗം മാറാനുള്ള വഴി എന്താ? നിന്റെ രോഗം മാറാനുള്ള വഴി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പറയുന്നു, അള്ളാഹിന് ചില അടിമകളുണ്ട്, അതാണ് ഇപ്പൊ ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുമ്പോ ഉറക്കം നടിക്കും, എന്നാൽ നാളെ അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടക്കുമ്പോ മോനെ പള്ളിയിൽ പോയിട്ട് ഉസ്താദിന്റെ ഇടക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് മുത്തഅല്ലിമീങ്ങളെ മുഴുവനും വിളിച്ചിരുത്തിയിട്ട് ദുആ ചെയ്യിക്കാൻ പറയും. അപ്പൊ അറിയാഞ്ഞിട്ടല്ല, വീഴുമ്പോഴേ അറിയൂ. എടാ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഉസ്താദിന്റെ മരണം അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുമാറാകട്ടെ. മടിക്കേരിയിൽ എങ്ങാണ്ടുള്ള ഒരു ഉസ്താദിന് മരണപ്പെട്ടില്ല. മടിക്കേരി ഇവിടെ അടുത്തെങ്ങാണ്ട പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു. അത് ഞാൻ എവിടെ ഒരു വലുതിന് പോയപ്പോൾ ആ ഉസ്താദിനെ ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ആ മരണം ഞാൻ പറയാനുള്ള കാരണം എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ ഓർമ്മ വന്നു. ഇതുപോലെയായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെയും മരണം. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളതിൽ പങ്കു കൊടുക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ നന്മ എന്താ? ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയ. നമുക്കാണെങ്കിൽ ആ സാധനം ഇല്ലടോ, അത് ഉണ്ടാക്കിയെടുക്ക്. ലജ്ജ എന്ന് പറയുന്നത് ചില മാതാപിതാക്കൾ പറയും, ഉസ്താദെ ഇവനാണെങ്കിൽ വല്ലാത്ത നാണം, ഉസ്താദെ വല്ലാത്ത നാണം, ആരോടും മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. ചില പെൺകുട്ടികളാണെങ്കിൽ ആരുടെ മുമ്പിലും പോകത്തില്ല, വല്ലാത്ത നാണം. നബിതങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ മകന്റെ കാര്യം വന്നിട്ട് പറഞ്ഞു, ഇവൻ ആരോടും സംസാരിക്കുന്നില്ല നബിയെ, വല്ലാത്ത നാണമാണ് നബിയവന്, വല്ലാത്ത ലജ്ജ. നബിതങ്ങൾ പറഞ്ഞു അവനെ വിട്ടേക്കാൻ. കാരണം എന്തേ? അത് ഈമാനുള്ളവർക്കുള്ള ഒരു ഗുണമാണെന്ന് നബിഗിന റസൂലുള്ളാഹി. അത് ഈമാനുള്ളവർക്കുള്ളതാ, അത് ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു അടയാളമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലഹുവിന് ആ ലജ്ജ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആലഹുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ഗുണം, ആര് വന്ന് കൈനീട്ടിയാലും കൊടുക്കുന്ന ഒരു മനസ്സ് ഉസ്മാൻ റളിയല്ലാഹു തആലഹുവിനുണ്ടായിരുന്നു. തന്റെ മുമ്പിൽ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു മനസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിൽ ഒരു വട്ടം കൊടുത്താൽ പിന്നെ ആ പരിസരം നോക്കൂല. ഞാൻ അന്ന് കൊടുത്തതല്ലേ, മറ്റന്നാൾ കൊടുത്തതല്ലേ, മുമ്പ് ചെയ്തതല്ലേ, അങ്ങനല്ല. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ ആര് ചോദിച്ചാലും കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉസ്മാൻ തങ്ങൾക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നബിതങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, സ്വഹാബ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം. ആരാ സഹായിക്കുന്നേ? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം. ആരാ സഹായിക്കുന്നേ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഉസ്മാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലുകളും ഞാൻ തരാൻ നബിയെ. ചെറുതൊന്നുമില്ല.
ഉസ്മാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ സഞ്ചരിക്കാൻ വേണ്ടി വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആലക്ക് വേണ്ടി ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ നബി തങ്ങൾ രണ്ടാമതും ചോദിച്ചു, ഇനി ആരാ? ഒരാൾ പറഞ്ഞല്ലോ, ഉസ്മാൻ പറഞ്ഞല്ലോ, ഇനി ആരാ ഉള്ളത്? രണ്ടാമതും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ അപ്പോഴും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നബിയെ 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. ആദ്യം കൊടുത്തത് 100. ആദ്യം കൊടുത്തത് 100. നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ആദ്യം കൊടുത്തത് 1 ലക്ഷമാണെങ്കിൽ പിന്നെ പറയും ഞാൻ 1 ലക്ഷം തന്നതല്ലേ, ഇപ്പൊ 50,000 തരാം, താഴോട്ടേ വരൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യം 100 ഒട്ടകങ്ങളും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിൽ കൊടുത്തു. രണ്ടാമത് അതേ മജ്‌ലിസിൽ ഇനി ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. നബി തങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? മൂന്നാമത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. സഹാബത്ത് പറയുകയാ, നബിതങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ പറയുമായിരുന്നു. നബിതങ്ങൾ പിന്നെയും വേണമെന്ന് പറഞ്ഞെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത് തീരുന്നത് വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊരു വല്ലാത്ത മനസ്സാ, അത് വല്ലാത്ത ഒരു മനസ്സാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഭവം നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സമയത്ത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാം. ഉസ്മാൻ റളിയല്ലാഹു തആല പറയാ, നബി തങ്ങളോട് പറഞ്ഞു, 950 ഒട്ടകങ്ങൾ, 50 കുതിരകൾ, 10,000 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ തരാ നബിയെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഒരു സ്വഭാവ ഗുണമാ. അവിടെ നിന്ന് പറയുന്ന, പടച്ചവനെ 950 ഒട്ടകങ്ങളെ ഞാൻ തരാം, അതാ 50 കുതിരകളെ ഞാൻ തരാം, 10,000 സ്വർണ്ണ നാണയം ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മൾ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കാലഘട്ടത്തില് പടച്ചവനെ റോമാ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ അതിനകത്ത് നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കാറില്ല, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാറില്ല. അങ്ങനെ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സ്വഹാബത്ത് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ആരാ സ്വഹാബാ, ആരാ കിണർ വാങ്ങുന്നത്? ആരാണോ ആ കിണർ വാങ്ങിക്കൊടുക്കുന്നത് അവർക്ക് നാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കിണർ തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. യഹൂദിയായ മനുഷ്യന്റെ ചാരത്തു ചെന്നു, ഈ കിണർ കൊടുക്കുന്നുണ്ടോ? ഈ കിണർ എനിക്ക് വേണം, എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യനെ തമാശ രീതിയിൽ എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞപ്പോ ഒരു തമാശ രീതിയിൽ ചുമ്മാതെ പറഞ്ഞു, 35,000 വെള്ളി നാണയം തന്നാ ഞാൻ നിനക്ക് ഈ കിണർ തരാ. ആ മനുഷ്യൻ ചുമ്മാതെ വന്ന് എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞത് കൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, 35,000 വെള്ളി നാണയം തന്നാ ഞാൻ ഈ കിണർ തരാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. 35,000 വെള്ളി നാണയം എണ്ണിക്കൊടുക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ കിണർ സ്വന്തമാക്കുകയാണ്. അവസാനം പിരിയുമ്പോ ആ മനുഷ്യരെ കെട്ടിപ്പിടിക്കുകയാ ചിരിക്കുന്ന മുഖത്തോടെ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ വാങ്ങി തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ചാരത്തു തന്നു. യാ റസൂലല്ലാഹ്, ഞാനതാ കിണർ വാങ്ങിച്ചു നബിയേ, ഞാനതാ ഹദിയ ചെയ്യുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇനി വെള്ളം കോരാം, ആർക്ക് വേണമെങ്കിലും ഇനി കോരി കുടിക്കാം. മഹാനായ
മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവ ഗുണമാ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. പടച്ചവനെ നമുക്ക് കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. നമുക്കൊരു ധാരണയുണ്ട്, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന്, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന്. ഇല്ല സഹോദരാ, ഈ സ്ഥാപനത്തിനെ സഹായിച്ച ഒരുപാട് പേര് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളിൽ പലരും സഹായിച്ചവരാണല്ലോ. കൊടുത്തിട്ട് കുറഞ്ഞു പോയോ സഹോദരാ? ഇല്ലടോ, കൊടുക്കും തോറും വർദ്ധിക്കുകയാ. കൊടുക്കും തോറും അല്ലാഹു വാരിക്കോരി തരികയാ. ഉസ്മാൻ തങ്ങൾക്ക് സമ്പത്ത് കൂടിയതല്ലാതെ കുറഞ്ഞില്ല സഹോദരാ, കുറഞ്ഞില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ചോദിച്ചാ കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാനൊരു സദക്ക ചോദിച്ചാ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. ആരെങ്കിലും എഴുന്നേറ്റൊരു സദക്ക പറയ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ എന്റെ മുസ്ലിമേ, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണം ചെറുപ്പക്കാരാ, വാപ്പമാരെ, ഒന്നാമനാകാൻ പരിശ്രമിക്കണേ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവര് മത്സരിക്കുമടോ, അവര് മത്സരിക്കുമടോ. ആദ്യം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നമ്മളിൽ ആർക്കാ ഉണ്ടാകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമല്ല. ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു നല്ല ഗുണം ആർക്കാണോ ഉള്ളത്, അല്ലാഹു അവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ആ ഒരു ഗുണമാണ് നമുക്കുണ്ടാകേണ്ടത്. ഏതുപോലെ എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. ഒരു നല്ല കാര്യം പറഞ്ഞ ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളിപ്പോ ഇരിക്കുന്ന ഇത്രയും പേരിയ്ക്കുന്നു. എടോ, ഈ കുട്ടികൾ പഠിക്കുന്നു, ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, ആരെങ്കിലും ഒന്ന് സഹായിക്ക്, ഒരാൾ എഴുന്നേക്ക്. നമ്മൾ തിരിഞ്ഞു നോക്കും ആരെങ്കിലും ഉണ്ടോന്ന്. എന്നാ പടച്ചവനെ, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ പറയാം. ആ ഒരു മനസ്സ് നമുക്കില്ല. എടോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രായം 80 വയസ്സ്. ഈ 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് കല്യാണം നടത്താൻ പറഞ്ഞു. ആണുങ്ങളൊക്കെ സുന്നത്ത് കല്യാണം നടത്തുമല്ലോ. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് കല്യാണം നടത്താൻ പറഞ്ഞു. 8 വയസ്സല്ല, 80 വയസ്സുണ്ട് ഇബ്രാഹിം നബിക്ക്. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയോ? വിറക് വെട്ടുന്ന ഒരു മഴുവ് തന്റെ കൈ, വഹുവ ബിൽ ഖദൂം, തന്റെ കയ്യിൽ വിറക് വെട്ടുന്ന ഒരു മഴുവുണ്ടായിരുന്നു. ഈ മഴുവ് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. സ്വന്തമായിട്ട് അവിടെ നിന്ന് സുന്നത്ത് കല്യാണം നടത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മുഖറബുൽ അംലാഖും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഇബ്രാഹിം നബി രക്തത്തിൽ ഇങ്ങനെ, രക്തം ഇങ്ങനെ ശരീരം മുഴുവൻ രക്തമുണ്ട്, ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? സമാധാനത്തോടെ പോയതാ മതിയായിരുന്നു, സമാധാനത്തോടെ ചെയ്താൽ മതിയായിരുന്നു, എന്തിനാ ധൃതി കാണിച്ചത്? അപ്പോഴാ പറഞ്ഞത്, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പിന്നെ എന്തിനാ ചിന്തിക്കണേ? അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ ആലോചിക്കണം? ചെയ്യണമല്ലോ. ഇവിടെ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നന്മ നമ്മുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാനും ചെയ്യാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആ മനസ്സ് നമ്മളിൽ പലർക്കുമില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ല എന്ന്. ആരെങ്കിലും വാങ്ങിത്തരുന്ന 3 കഷ്ടം തുണിയും കുറച്ച് സുഗന്ധം തേച്ച പഞ്ഞിയുമല്ലാതെ വേറെ ഒന്നും ഇന്ന് വരെ ഒരാളും കൊണ്ടുപോയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഒരാൾ കൊണ്ടുപോകുകയുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് വരെ ഒരാളും, എൻ്റെ വാപ്പ പോയി, എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ വാപ്പയുടെ മയ്യത്ത് ഞാൻ കണ്ടു, എൻ്റെ ജ്യേഷ്ഠൻ്റെ മയ്യത്ത് ഞാൻ കണ്ടു. ഇവർ കൊണ്ടുപോയത് ഈ തുണിയും പഞ്ഞിയും അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോയില്ല. എനിക്കും അതറിയാം, ഞാനും അങ്ങനെ തന്നെ പോകൂ.
എടോ, നീ ഇരിക്കുന്ന ഓരോ മനുഷ്യനും നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ ഒന്നുമില്ല. അപ്പൊ കൊണ്ടുപോകാൻ കഴിയുന്ന എന്താ? ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളാ. ഈ 400ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കൾക്ക് നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. 355 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ഥാപനമൊക്കെ നടത്തണമെങ്കിൽ അല്ലാഹു അലൈ എനിക്കറിയില്ല എങ്ങനെ ഈ സ്ഥാപനമൊക്കെ നടന്നു പോകുന്നു എന്നറിയില്ല. എത്രത്തോളം ത്യാഗമായി, എത്രത്തോളം കഷ്ടപ്പാടാ. അല്ലാഹു ഈ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണോ ഈ കഷ്ടപ്പെടുന്നത്? ഈ പ്രായമുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. ഈ സ്ഥാപനത്തിന് വേണ്ടി രാവും പകലും നടക്കുന്നു. ഈ 355 മക്കളുടെ ഒരു ദുആ പോലെ നമുക്ക് രക്ഷപ്പെടാൻ. കൂടുതലൊന്നും വേണ്ടല്ലോ. ഈ 385 വിദ്യാർത്ഥികൾ ഞങ്ങളൊക്കെ മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും. പടച്ചോനെ, ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആരാന്ന് പോലും അറിയില്ല. ഈ ഇരിക്കുന്ന 355 മക്കൾ അവർ മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും. പടച്ചവനെ, പഠിക്കുന്ന കാലത്ത് ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ദുആ പോലെ അന്ന് നീയോ നിന്റെ മക്കളോ നിന്റെ കൊച്ചുമക്കളോ ആരുണ്ടാകണമെന്നില്ല. മണ്ണോട് അലിഞ്ഞു പോയാലും ഈ മക്കളുടെ ദുആ നമുക്ക് കിട്ടുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുദവി പറഞ്ഞു, ഉസ്താദ്, ഈ കാണുന്ന ബിൽഡിംഗ് ഇതിന്റെ മുകളിൽ ഒന്ന് കെട്ടണം. അവരുടെ ആഗ്രഹമാ ഈ കാണുന്ന ബിൽഡിംഗിന്റെ മുകളിൽ ഫില്ലർ ഒന്ന് പൊക്കി അൽഹംദുലില്ലാ ഒരു കെട്ടിടമായാൽ അല്ലാഹുവേ ഈ മക്കൾക്ക് പഠിക്കാൻ ഒരു അവസരമാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്തേ ചിന്തിക്കാത്തത്? ഈ മക്കൾ ഇതിന്റെ മുകളിൽ ഇരുന്നല്ലേ പഠിക്കുന്നത്, അവരിതിലല്ലേ താമസിക്കുന്നത്. AC റൂമൊന്നും ചോദിച്ചില്ലല്ലോ, ഡബിൾ കോട്ട് കട്ടിലൊന്നും ചോദിച്ചില്ലല്ലോ. ഈ മക്കൾക്ക് പഠിക്കാൻ ഒരു റൂമല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷേ മനസ്സില്ലടോ, കൊടുക്കാൻ മനസ്സില്ലടോ. മനസ്സെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, സദഖ കൊടുക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ, ഒരാൾ 1 രൂപ സദഖ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരാള് 1 രൂപ സദഖ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ 70 ഇബ്ലീസുകൾ കയ്യിൽ പിടിക്കുകയാണ്, 70 ശൈത്താന്മാരെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കടമാണ്, ദാരിദ്ര്യമാണ്, വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം. പടച്ചവനെ, 70 ശൈത്താന്മാര് നമ്മളെ തടയുകയാണ്. ആ 70 ശൈത്താനെ പരാജയപ്പെടുത്തിയാല് 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ്. പടച്ചവനെ, ഒരു ബിൽഡിംഗ് പണി തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് പടച്ചവനെ, ചെറുതാകട്ടെ വലുതാകട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ സദഖ കൊടുത്തിട്ട്, ഒരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുത്തിട്ട്, പടച്ചവനെ ഒരു കല്ല് വാങ്ങിക്കൊടുത്തിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാനുള്ള ഒരു അസുലഭ നിമിഷം അല്ലാഹു നിങ്ങൾക്ക് തരികയാ. പടച്ച റബ്ബേ, നഷ്ടമാകില്ല വാപ്പാ, നഷ്ടമാകില്ല ചെറുപ്പക്കാരാ. മക്കളെ, മരിച്ച് മണ്ണിനോടലിഞ്ഞാൽ ഇത് നിലനിൽക്കുന്ന കാലത്തോളം റബ്ബേ, ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്ന മക്കള് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരെന്ത് നന്മ ചെയ്താലും അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടും സഹോദരാ. പക്ഷേ സദഖ ചോദിക്കുമ്പോ കൊടുക്കാൻ എല്ലാവർക്കും മനസ്സുണ്ടാകണമെന്നില്ല, കുറഞ്ഞു പോകുമെന്നുള്ള പേടിയാണ്. ഇല്ല പെങ്ങള്, ഇല്ല പെങ്ങള്, ഒരിക്കലും കുറഞ്ഞു പോകില്ല പെങ്ങള്. കൊടുക്കും തോറും അല്ലാഹു നിനക്ക് വാരി കോരി തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സഹായം ചെയ്താൽ, അല്ലാഹുവേ, ഈ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞു കൊണ്ട് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത്, അതാ ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000-ഓളം വരുന്ന മലക്കുകൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഇതാഅക ഫബസറുക അൽയൗമ ഹദീദ്.
ചെയ്ത് ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ഈ കൊടുത്തതിന്റെ പ്രതിഫലം അവിടെ കാണിച്ചു തരികയാ. ഈ കൊടുക്കുന്നതിന്റെ പ്രതിഫലം ആ സമയത്താടോ കാണുന്നത്, ആ സമയത്താടോ കാണിച്ചു തരുന്നത്. വാബുസിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. ഈ സദസ്സിലിരിക്കുന്ന ഒരാള് പോലും ഒഴിവാകരുത്, ഒരാള് പോലും ഒഴിവാകരുത്. ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ. ഉസ്താദേ, ഇൻഷാ അല്ലാഹ് റമളാൻ വരെ സമയമുണ്ടല്ലോ. റമളാൻ വരെ സമയമില്ലേ? റമളാൻ വരെ സമയമുണ്ട്. ഈ കാണുന്നതിന്റെ മുകളിൽ ഒരു നല്ല ഒരു അൽഹംദുലില്ലാഹ് ഒരു ഫ്ലോർ കൂടെ പണിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ. ഇനി ഇല്ലേ, ഒരു കല്ല് വാങ്ങിക്കൊടുക്കാമോ, ഒരു ചാക്ക് സിമെന്റ് വാങ്ങിക്കൊടുക്കാമോ? അൽഹംദുലില്ലാഹ് കൊടുത്തേരെ. ഈ 355 മക്കൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം മതി നിനക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ മക്കളിൽ ആരെങ്കിലും കാണും ഇൻഷാ അല്ലാഹ് മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു സ്ലിപ്പ് കൊണ്ടുതരും. ഇല്ലപ്പാ, ഒരു സ്ലിപ്പുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാൻ പിരിച്ചുകൊണ്ട് സമയം കളയുന്നില്ല, പിരിക്കാൻ വേണ്ടി സമയം കളയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ മുത്തഅല്ലിമീങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനകത്ത് എഴുതണം. അവസാനം ഞാൻ ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും അവരെ കൊണ്ട് സഹോദരിമാർ ഓരോരുത്തരും എന്താണോ കൊടുക്കാൻ കഴിയുക. നിങ്ങൾ വിചാരിക്കും പടച്ചോനെ എന്താ അല്ലാഹ് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുക? ഈ മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിച്ചാൽ, ഈ മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചാൽ അള്ളാഹു നമുക്ക് എന്ത് തരുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പ്രതിഫലം പറഞ്ഞു തരട്ടെ. ഈ മക്കളെ ആരെയെങ്കിലും ഈ മക്കൾക്ക് വേണ്ട സഹായം നിങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പ്രതിഫലം? എന്താ? നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം എനിക്ക് പോകണം. 20 ദിവസമായതേ ഉള്ളൂ ഉസ്താദ് അവരുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ. 20 മുസ്ഹഫ് അൽഹംദുലില്ലാഹ് ഈ മക്കൾക്ക് വേണ്ടി 200 മുസ്ഹഫ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഉമ്മയുടെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്താ പ്രതിഫലം? എന്താ? നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ മത്സരം നടക്കുകയാണ്. ആദ്യം ഞാനാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്, ആദ്യം സ്വർഗത്തിൽ ഞാനാ പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആൾക്കാർ നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള മത്സരം നടക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരൊക്കെയാ? 1 ഹജ്ജിന് പോയ ഹാജി, 2 അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാ, 3 ഇൽമു പഠിച്ച ആലിം. ഇവർ 3 പേരും പറയുന്നത് ഞാനാ ആദ്യം സ്വർഗത്തിൽ പോണ്ടേ, ആദ്യം ഞാനാ സ്വർഗത്തിൽ പോണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നാളെ അവിടെ കടന്ന് തർക്കിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതിൽ ആരാ ആദ്യം പോകണ്ടേ? ഇതിൽ ആദ്യം ആരാ പോകണ്ടേ? ചരിത്രം പറയുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹജ്ജ്, ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി പോരാടി വീര്യം വെത്തിയും ഭരിച്ച ശുഹദായിനോട് പറയും, വലിയ ഭാഗ്യമാ അല്ലാഹു തന്ന ആയുസ് നീ അല്ലാഹുവിന് തന്നെ കൊടുത്തു, ദീനിനു വേണ്ടി കൊടുത്തു, വലിയ പുണ്യമുള്ള കർമ്മമൊക്കെ തന്നെയാണ്. പക്ഷേ ഷഹീദായാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നിനക്ക് ആരാ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. അത് ആലിമീങ്ങളാ അല്ലാഹു പഠിപ്പിച്ചതെന്ന്. ആലിമീങ്ങളാ പഠിപ്പിച്ചതെന്ന്. ശുഹദാവ് പറയും ആലിമീങ്ങളാണ് പഠിപ്പിച്ചതെന്നത്. അപ്പൊ ആലിമല്ലേ ആദ്യം പോകണ്ടേ? ഈ ഹജ്ജ് ചെയ്ത ഹാജിയോട് ചോദിക്കും, ഹജ്ജിന് പകരം സ്വർഗമാ പ്രതിഫലം? ഹജ്ജ് ചെയ്യുന്നവന് സ്വർഗമുണ്ട്, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഹജ്ജ് ചെയ്യാനുള്ള അമലുകൾ മുഴുവനും പഠിപ്പിച്ചെന്ന ആരാ? അമലുകൾ മുഴുവനും പഠിപ്പിച്ചെന്ന ആരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതും ആലിമീങ്ങളാ പഠിപ്പിച്ചെന്നേ. അപ്പൊ ആലിമല്ലേ സ്വർഗത്തിൽ പോകണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് അപ്പൊ ആലിമ് വിചാരിക്കും പഠിച്ചോനെ ഞാനാ ആദ്യം പോകണ്ടേ, എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് ഞാനല്ലേ. അപ്പൊ ആലിമ് വിചാരിക്കും ആദ്യം പോകേണ്ടത് ഞാനാണെന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമിനോട് ചോദിക്കുമത്രേ, നീ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം തന്നതാരാ?
നിനക്ക് വസ്ത്രം വാങ്ങി തന്നതാരാ? താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നതാരാ? അതൊക്കെ ആൾക്കാരല്ലേ. അപ്പൊ നീ പോകുന്നതിനേക്കാളും മുമ്പേ പോകേണ്ടത് അവരല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ മക്കളെ ഏറ്റെടുക്കുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം സ്വർഗമാണ്. പ്രതിഫലം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും അള്ളാഹു നിങ്ങൾക്ക് തരാമെന്ന് പറയുന്ന പ്രതിഫലം ഇന്നല്ലാഹസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. അതുകൊണ്ട് ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ആ മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് പണിയാൻ, ഒരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. അതുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുക്ക്, ആ മുത്തഅല്ലിമീങ്ങൾ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. വഅദ തീരുന്നതിന് മുമ്പ് ദുആ ചെയ്തിട്ടേ പിരിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന ഗുണമെന്തെന്നറിയോ? ചോദിച്ചാ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ആര് ചോദിച്ചാലും പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. തന്റെ മുമ്പിൽ വരുന്നവരെ വെറും കൈയോടെ മടക്കില്ലായിരുന്നു. അല്ലാഹുവേ, ആ സ്വഭാവ ഗുണം ഞങ്ങൾക്ക് തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. പടച്ചവനെ വല്ലാത്ത ഭയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉസ്മാൻ തങ്ങൾ റബ്ബേ ഖബർ കണ്ടാ കരയുമായിരുന്നു. ഖബർ കണ്ടാ കരയുമായിരുന്നു. ഉസ്മാൻ തങ്ങൾ നരകം പറയുമ്പോ അതുപോലെ കരയാറില്ല. മസ്റ പറയുമ്പോ അതുപോലെ കരയാറില്ല. സിറാത്തിനെ കുറിച്ച് പറയുമ്പോ അതുപോലെ കരയാറില്ല. നരകമല്ല പടച്ചവര്, ഖബറിൽ കണ്ടു കഴിഞ്ഞാൽ ഉസ്മാൻ തങ്ങളുടെ താടിരോമം നനയുന്ന രീതിയിൽ ഉസ്മാൻ തങ്ങൾ വല്ലാതെ കരയുമായിരുന്നു. എന്തിനാണ് തങ്ങള് ഇതുപോലെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഈ മുത്തഅല്ലിമീങ്ങളായ മക്കള് നിങ്ങളുടെ ചാരത്ത് വരുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരേണ്ട ഒരു ചിന്തയുണ്ടോ? ഉസ്മാൻ തങ്ങൾ ഖബർ കണ്ടാ വല്ലാതെ കരഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയോ? സഹോദരാ, നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ശീലമില്ലടോ. ഒറ്റയ്ക്ക് ജീവിച്ച് നമുക്ക് ശീലമില്ല. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഒരു ദിവസം താമസിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് കോടികൾ ചെലവഴിച്ച് പണിതിരിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്ത് ഒരു ദിവസം ഒറ്റയ്ക്ക് താമസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നമുക്ക് പേടിയാടോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ദുനിയാവല്ല. ദുനിയാവിൽ ജീവിക്കുമ്പോ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഈ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. ഇനി നാളെ അതാ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന മസ്റയുണ്ടല്ലോ. ആ മസ്റയിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല പോകുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ട്. പടച്ചവനെ, ഇനി നിന്നെ അല്ലാഹു സ്വർഗത്തിൽ വിട്ടാൽ ആ സ്വർഗത്തിന്റെ അവകാശികൾ നിന്റെ കൂടെയുണ്ട്. അല്ലാഹു ഇനി നരകത്തിൽ വലിച്ചെറിഞ്ഞാൽ ആ നരകത്തിലും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ.
നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന സിറാജിന്റെ ജീവിതത്തിൽ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് എവിടെയാണെന്നറിയോ? അത് ഖബറിലാണ്. ഖബറിലാണ് ചെറുപ്പക്കാരാ. ഏകാന്തമായി പോയി കിടക്കേണ്ടത് ഖബറിനകത്താ. ഖബറിന്റെ പരിസരത്ത് പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ഏകാന്തതയുടെ വീടാ, ഞാൻ ഏകാന്തതയുടെ വീടാ. ഈ വീട്ടിലേക്ക് വരുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുവരണേ എന്ന് ഖബർ പറയുന്നുണ്ട്. സഹോദരാ, വെറുതെ പറയുന്നതല്ല. ഖബറിന് നാവുണ്ടടോ, ഖബറിന് നാവുണ്ടടോ, ഖബർ സംസാരിക്കുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കാൻ കഴിയാത്തത് നമ്മുടെ പോരായ്മയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവേ, ഒരു ജനാസ ഖബറടക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവർ ചോദിക്കുന്നു, തങ്ങള് എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഖബറടക്കി കിടന്നല്ലോ, ഖബറടക്കി കിടന്നല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി. ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഖബറിന്റെ ചാരത്ത് നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാൻ, എല്ലാവരോടും പോകാൻ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു പഴയ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. ഒരു പഴയ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. അല്ലാഹുവേ, ആ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്ത് നിന്ന് കരയുകയാണ്. മിണ്ടാതെ നിന്ന് കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ടപ്പോ ഖബർ ചോദിക്കുകയാ, ഒന്നും ചോദിക്കാനില്ലേ? എന്നോട് ഒന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയാൻ ആഗ്രഹമുണ്ടോ? എന്റെ സ്വഭാവം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടോ? ഒരു മയ്യത്തിനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ അറിയാൻ എന്താണെന്ന് ചോദിക്കുമ്പോ അതാ ഖബർ പറഞ്ഞു കൊടുക്കുകയാ. അല്ലദുല്ലുക, അതാ അവിടെ പറയുകയാണ്, മസഖത്തുൽ അക്ഫാൻ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. എങ്ങനെയാണ് ഞാനൊരു മയ്യത്തിനോട് പെരുമാറുന്നതെന്ന് ഖബർ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാ. ആ ഖബറിന്റെ ചാരത്ത് താഴെ വീഴുകയാണ്. അവിടെ കിടന്ന് കരയുകയാണ്, അവിടെ കിടന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബറിന് പോലെ സങ്കടം തോന്നിയടോ, ഖബറിന് പോലെ സങ്കടം തോന്നി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ പറഞ്ഞു കൊടുത്തു, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബ്ലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഉസ്മാൻ തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ഖബർ കണ്ടാ കരയുമായിരുന്നു, അവിടെ പറയുമായിരുന്നു, ഖിയാമത്ത് നാൾ വരെ
ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം ഖബറിനകത്താ. അവിടെ ഒറ്റയ്ക്കാണ് പോയി കിടക്കേണ്ടത്. ആ പോയി കിടക്കുന്ന ഖബറിനകത്ത് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മയാണ് അല്ലാഹുവേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, സദക്ക കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾക്ക് പടച്ചവനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്നു, പടച്ചവനോട് വല്ലാത്ത ഭയമായിരുന്നു. ഇന്ന് നമുക്കില്ലാതെ പോയതും അത് തന്നെയാടോ. അല്ലാഹുവിനെ പേടിയില്ലടോ, പാപം ചെയ്യാ പേടിയില്ലടോ. അല്ലാഹു കണ്ടാലും നമുക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് മുസ്ലിമേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം പെങ്ങള്. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ബോധമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ, അങ്ങനെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം, അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉസ്മാൻ തങ്ങൾ ഖബർ കണ്ടാ കരയും. നരകം പറയുമ്പോൾ പോലും അതുപോലെ കരയാറില്ല. നരകം പറഞ്ഞാലും മസ്സറ പറഞ്ഞാലും അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞാലും കരയുന്നതിനേക്കാൾ കൂടുതൽ ഖബർ കാണുമ്പോ കരയും. എന്താ നിങ്ങൾ ഖബർ കാണുമ്പോ ഇതുപോലെ കരയണേ? എന്റെ സഹോദര, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഖബർ മാത്രമാണ്. ഖിയാമത്ത് നാളുവരെ ഒറ്റയ്ക്ക് ഞാനും നിങ്ങളും ഖബറിനകത്ത് പോയി കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ പോകുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു നന്മയാണ് ഇതുപോലെയുള്ള നന്മ. ഇത് ജാരിയായ സദക്കയാ. ഇത് ജാരിയായ സദക്കയാ. ഒരു പെൺകുട്ടിയെ നമ്മൾ കെട്ടിച്ചു കൊടുത്തു, ഒരു രോഗിക്ക് നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു, ഒരാൾക്ക് താമസിക്കാൻ വീട് വെച്ചു കൊടുത്തു. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത്, ഇത് നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഖബറിലേക്ക് ഒഴുകി വരുന്ന ഒരു ജാരിയായ സദക്കയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.